സ്കൂളുള്ളപ്പോ അതല്ലേ നല്ലത്, എന്തിനാ ഹോം സ്കൂൾ ചെയ്യുന്നത്, അതിന്റെ ഒരു ആവശ്യം എന്താന്നുള്ളതായിരിക്കും. സ്കൂള് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൊണ്ടുവരുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊക്കെ നടക്കുമെന്ന് പലതിനും എനിക്ക് തോന്നാറുണ്ട്. ഇതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല എന്ന്. അതുപോലെ ഒരു ഐഡിയ ആയിരുന്നു ഹോം സ്കൂളിംഗ്. വലിയ 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 കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ മറിയം തീരുമാനിക്കും. മറിയം സ്കൂളിലെ നല്ല കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ഫേവറേറ്റ് അല്ലായിരുന്നു. കുറെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ ബന്ധം എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അവര് ലൈഫിൽ ഹാപ്പി ആയിരിക്കണം. കേരളത്തിൽ ഹോം സ്കൂൾ ചെയ്യുന്നവർ കുറവായിരിക്കും അല്ലെ. ഞങ്ങൾ ഒരു 7 years ആയി ഞങ്ങളുടെ 4 മക്കളെ ഹോം സ്കൂൾ ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഹോം സ്കൂളിംഗ് അറൗണ്ട് കുറച്ച് ഡൗട്ട്സും ആയിട്ട് ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ഇന്ന് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പോരും ഹോം സ്കൂളിങ്ങിനെ പറ്റി പലരും ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻ അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്താലോ. എന്താ റസിന് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ എന്താ ഹോം സ്കൂളിംഗ് അറൗണ്ട്? അതെ, സ്കൂളുള്ളപ്പോ അതല്ലേ നല്ലത്, എന്തിനാ ഹോം സ്കൂൾ ചെയ്യുന്നത്, അതിന്റെ ഒരു ആവശ്യം എന്താന്നുള്ളതായിരിക്കും. ഇപ്പൊ എന്താ റസ് തോന്നണേ? നല്ല പാർട്ടിയാ ചോദിക്കുന്നത്. എന്റെ അടുത്ത് ഈസി ഉണ്ടാവുന്നതിന് മുന്നേ എന്നെ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ അകത്ത് കൂടുതലും ഒരു ജനറിക് ആൻസറിനേക്കാൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മളൊരു കോൺട്രാഡിക്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. മറിയം ഡെഫിനറ്റ്ലി എന്താ പറയാ, ഒരു ഹോം സ്കൂളിംഗ് പ്രോ ആയ ആളല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഹോം സ്കൂളിംഗ് മുമ്പ് അനുഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയാ, സ്കൂള് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി സ്മോളർ ക്ലാസ്സിൽ, വലിയ ക്ലാസ്സിലല്ല, ചെറിയ ക്ലാസ്സുകളിൽ ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ എന്താ പറയാ സ്കൂളില് പല ടോർച്ചറിങ് അതിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ ഒരു സ്കൂൾ അതിന്റെ ഒരു രസം. ഈ അടുത്തും എന്തോ ഒരു പ്രോഗ്രാമിന് ഒരു സ്കൂളിൽ ഇൻവൈറ്റ് ചെയ്തു, എന്തോ ഒരു ടോക്കിന്. അപ്പൊ അവിടെ ചെന്നപ്പോഴും ഒരു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, എനിക്ക് പേടി വന്നു. എനിക്ക് പിന്നീട് എനിക്ക് സ്കൂളൊരു എന്താ ചെറുതിലാണ് ഇതെങ്കിലും പിന്നീട് ഒരു 8th 9th നല്ല അതായെങ്കിൽ പോലും ആ ചെറിയ ക്ലാസ്സിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു ചെറിയ ക്ലാസ്, അതെന്നെ വല്ലാണ്ട് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്തിരുന്നു. അപ്പം ദാറ്റ് ഈസ് ദർ. അപ്പം അതായിരുന്നു ഒരു കാരണം ചിന്തിക്കാനുണ്ടായ ഒരു ഫണ്ടമെന്റൽ, വളരെ തുറന്നു പറഞ്ഞ അതാണ് ഫണ്ടമെന്റൽ റീസൺ. പക്ഷെ ആദ്യമൊക്കെ ഹോം സ്കൂളിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ സംഭവത്തെ പറ്റി ആലോചിക്കാനേ പറ്റൂലായിരുന്നു എനിക്ക്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനമാണ്. അല്ല, ഞാനും ഇങ്ങനെ എന്താ പറയാ, ഇത് നടക്കും അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരും അത് പറഞ്ഞപ്പോഴാണ് അതെനിക്കറിയാം. ഡ്രസ് കൊണ്ടുവരുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊക്കെ നടക്കുമെന്ന് പലതിനും എനിക്ക് തോന്നാറുണ്ട്. ഇതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല എന്ന്. അതുപോലെ ഒരു ഐഡിയ ആയിരുന്നു ഹോം സ്കൂളിംഗ്. ഇതിനെ പറ്റി നല്ല ധാരണ. ഓക്കെ, പക്ഷെ എനിക്ക് വെച്ചാൽ ഞാനിപ്പം എന്താ പറയാ, മറിയവും ഇതിന്റെ അകത്തേക്ക് വന്നാൽ മാത്രം എന്താ പറയാ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 7 കൊല്ലം അല്ല, നമ്മൾ ആദ്യം കുട്ടിയെ സ്കൂളിലാണല്ലോ വിട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈസാനെ സ്കൂളിൽ വിട്ടു, മൂസാനെ സ്കൂളിൽ വിട്ടു, ഐഷാനെ സ്കൂളിൽ വിട്ടു. ഫാത്തിമ മാത്രമേ ഉള്ളൂ സ്കൂള് കാണാത്ത ഏക ഒരാൾ. അപ്പം അതിനേക്കാൾ ഉപരി മറിയത്തെ വീണ്ടും സ്കൂളിലേക്ക് വിട്ടു. അങ്ങനെയാണ് മറിയത്തിന് അതൊരു പോസിറ്റീവ്. അതായത് ഇപ്പൊ എല്ലാരും ചോദിക്കും, ഇപ്പൊ നമ്മൾ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അറിയുന്നവരൊക്കെ പൊതുവെ ചോദിക്കും, എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തതാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഞാൻ ഫോഴ്സ് ചെയ്താൽ അനുസരിക്കുന്ന ആളാണ് മറിയം ജീവനുള്ളതുകൊണ്ട് അങ്ങനെയല്ല, ചില കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ കുട്ടികളെ അറൗണ്ട് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ, അതിലൊന്നും വിട്ടുതരൂല. എനിക്ക് അങ്ങനല്ല മറിയ, ഞാന് എന്താ പറയാ, ഞാൻ പറയുന്ന പൊതുവിലുള്ളൊരു തമാശയാണ് ഞാൻ പറയുന്നത്. ആളുകൾ ചോദിക്കലുണ്ട്, എന്താണ് നമ്മുടെ ഫാമിലിയില് എന്താ പറയാ ഇത്ര നന്നായി നിങ്ങൾ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ പറയാം, ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. വലിയ 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 കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ മറിയം തീരുമാനിക്കും. അതായത് റഷ്യ ഉക്രൈനെ ആക്രമിക്കണം, അമേരിക്ക ഇസ്രായേൽ ബന്ധം എങ്ങനെയായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ എനിക്കൊരു അഭിപ്രായം ഉണ്ടാവും. മറിയത്തെ സംബന്ധിച്ച് മറിയത്തിന്റെ അഭിപ്രായം ആയിരിക്കും എപ്പോഴും എന്താ പറയാ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളായ കുട്ടികളെ സ്കൂളിൽ വിടണം, ഏത് സ്കൂളിൽ വിടണം, ഏത് കാറ് വാങ്ങണം, എവിടെ ഫ്ലാറ്റ് വാങ്ങണം, തുടങ്ങിയ കാര്യങ്ങളും മറിയത്തിന്റെ അഭിപ്രായവും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ, വലിയ വലിയ കാര്യങ്ങളിൽ എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് എന്തായാലും ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത് അതെനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നില്ല, കുട്ടികളുടെ സ്കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ
ഈസിക്ക് ഇപ്പം മൂത്താക്ക് 14 വയസ്സ്. അപ്പൊ ഒരു 7 ഇയേഴ്സോളം ശരിക്കും ഡ്രസ് ഇങ്ങനെ എന്താ പറയാ ഒരു ഡോസേജ് മരുന്ന് തരുന്നത് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സ്പോഷർ തന്ന് അങ്ങനെ തെറാപ്പി. അങ്ങനെ എന്നെ കൊണ്ടുവന്ന ഒരു സ്റ്റേജ് ആണ്. ശരിക്കും ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എങ്ങനെ സ്കൂളിലോട്ട് എത്തിയെന്ന്. അല്ല മറിയത്തിന് ആ കോൺഫിഡൻസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് കോൺഫിഡൻസ് ശരിക്കും കിട്ടുന്ന മറിയം വെൻ യു സ്റ്റാർട്ടഡ് ഗോയിങ് ടു എ സ്കൂൾ, അതെ അവിടെ ഒരു എന്താ പറയാ, അവിടെ ഒരു അക്കാഡമിക്സ് ഹെഡ് ചെയ്തു, പിന്നെ സ്കൂൾ ഹെഡ് ചെയ്തു. ആ രൂപത്തിൽ മറിയം അവിടെ പോയപ്പോഴേക്കും മറിയത്തിന് മനസ്സിലായി ആക്ച്വലി. അതായത് മറിയ അതിന് മുമ്പ് മറിയത്തിന് സ്കൂളുകളെ കുറിച്ചും അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയ ഒരു ഫിയർ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഈവൻ ദോ അതൊക്കെ വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറിയത്തിന് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് കിട്ടിയത് വെൻ യു സ്റ്റാർട്ടഡ് ഹെഡിങ്, ഒരു സ്കൂള് ഹെഡ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മറിയത്തിന് ആ കോൺഫിഡൻസ് കിട്ടിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതൊരു വലിയൊരു ഫാക്ടറാണ്. കാര്യം ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്ന ഓരോ ടീച്ചേഴ്സിനെയും നമ്മൾ ഒരു എഫേർട്ട് എടുത്താലാണല്ലോ മോൾഡ് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ കുട്ടികൾക്ക് ആ ഒരു ടോപ്പിക് എടുത്തു കൊടുക്കാനാവുക. അപ്പൊ അങ്ങനെ പല ടീച്ചേഴ്സിൽ എഫേർട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്നാ ചെയ്തൂടെ എന്നുള്ളൊരു തോന്നലായിരുന്നു ഒന്ന് വന്നിരുന്നത്. പിന്നെ ഒന്ന് ഇതുപോലെ ഒരു വേസ്റ്റ് ഓഫ് ടൈം എന്ന് തോന്നി എനിക്ക്. ബസ് ആദ്യം പറയുമ്പോൾ എനിക്ക് അത്രയും ഒരു ഇതുണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുട്ടികൾ ഇരുന്നിട്ട് ശരിക്കും അതിന് മാത്രം അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പിന്നെ അത് പറയുമ്പോൾ ആക്ച്വലി സ്കൂളിൽ നിന്ന് അക്കാഡമിക്സ് മാത്രമല്ല കിട്ടുന്നത്, ശരിക്കും ഒരുപാട് കാര്യങ്ങൾ. അപ്പോ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ തന്നെ പറയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്യാതിരുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ കമ്പൽ ചെയ്തിട്ടില്ല. ഒന്ന് കമ്പൽ ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാം. അങ്ങനെ കമ്പൽ ചെയ്യിക്കേണ്ട ഒരിക്കലും ഒരാളെയും, ഒരു ഭാര്യയോ ഭാര്യ ഭർത്താവിനോ കമ്പൽ ചെയ്യിക്കേണ്ട സാധനം അല്ല ഒരു സ്കൂളിംഗ് എന്ന് പറയുന്ന സാധനം. കാരണം ഇത് ഒരാൾ ഏറ്റെടുക്കുകയാണല്ലോ. അതെ അങ്ങനെ ചെയ്യിച്ച് സ്റ്റാർട്ട് ചെയ്ത പല ഫാമിലീസിനെ അറിയാം. അതായത് ഒരാൾക്കായിരിക്കും ഹോം സ്കൂൾ ചെയ്യേണ്ടത്, മറ്റേ ആൾ യോജിക്കുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് പലപ്പോഴും ശരിക്കും തമ്മിലുള്ള ഒരു വഴക്കിലാണ് അത് അവസാനിക്കുക. കപ്പിൾസ് തമ്മിലുള്ള ഫൈറ്റ്, കുട്ടികളുമായിട്ടുള്ള ഫൈറ്റ്. കാരണം ഒരാൾ ഇഷ്ടപ്പെടാതാണ് അയാൾ പഠിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഫൈറ്റ്. അപ്പം ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണല്ലോ. കാരണം ഹോം സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ ഭയങ്കര രസം തോന്നുമെങ്കിലും നല്ലൊരു ഇഫേർട്ട് രണ്ടാളുകൾ എടുത്താലാണല്ലോ ഇത് നടക്കാൻ. ഒരുപാട് ഇപ്പൊ അതിന്റെ പോസിറ്റീവ്സും എന്നാൽ ഒരുപാട് നെഗറ്റീവ്സും ഉള്ളൊരു നെഗറ്റീവ്സ് ഉള്ളതാണ്. രണ്ടാളും ഒരുമിച്ച് ട്രൈ ചെയ്താലാണ് ആ നെഗറ്റീവ്സ് നമുക്കൊന്ന് ഓവർകം ചെയ്ത് പോസിറ്റീവ്സിൽ ഫോക്കസ് ചെയ്ത് വരാൻ പറ്റുക. അപ്പൊ എല്ലാവർക്കും എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാർക്ക്, അതായത് അത് അവരുടെ കഴിവോ പൈസയോ ഒന്നും അല്ല, അവരുടെ ഒരു സാഹചര്യത്തിൽ എല്ലാം കൂടെ ഒത്തു വരുന്ന രൂപത്തിൽ. പൈസ ഒരു ഫാക്ടറാണ്, സാഹചര്യം ഒരു ഫാക്ടറാണ്. ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരുമ്പോൾ അവർക്ക് ചെയ്യാമെന്നുള്ള. അതുമല്ല നമ്മൾ തീരുമാനിച്ച എന്താ, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായാൽ കുട്ടികളെ വീണ്ടും സ്കൂളിലേക്ക് അയക്കാം. അങ്ങനെ അയക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു എന്താ പറയാ, മറ്റേ പാരച്യൂട്ടുമായിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. നമ്മൾ തുടങ്ങുമ്പോൾ ഒരു കൊല്ലം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ്. ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു എന്താ പറയാ, ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത് രണ്ടുപേരും, അപ്പൊ പലരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ചിലരുടെ സാഹചര്യത്തിൽ അവർ ശരിക്കും ഒരു അനാലിസിസ് നടത്തി പുറത്തൊരു അതുമായുള്ള എക്സ്പേർട്ടുമായി ഡിസ്കസ് ചെയ്ത് അവരെടുക്കേണ്ട ഒരു കോളാണ് എനിക്കത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളത്. അപ്പൊ അതല്ലാതെ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ഭാവിയെ അത് വല്ലാണ്ട് അഫക്ട് ചെയ്യുമല്ലോ. പിന്നെ അതുപോലെ ഹോം സ്കൂളിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്ന വേറൊരു കൺസേൺ ആയിരുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ചിട്ടയില്ലേ, ഒരു ഡിസിപ്ലിൻ, ഒരു റൂട്ടീൻ, പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷനിക്ക് പിന്നെയും കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് പോസിബിൾ ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം, ഒരു ഓൾ ടുഗെദർ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഡിസിപ്ലിൻ ആണ്. രാവിലെ എണീറ്റ് പോകുന്നു, അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന് ഇപ്പോൾ വീട്ടിനെക്കാളും കുറെ കൂടെ ഞാൻ സ്കൂളിൽ നിന്നാണ് അതൊക്കെ ഗെയിൻ ചെയ്തത്. ഇപ്പൊ എങ്ങനെ ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉള്ളൊരു സ്കൂളിലെ നല്ല കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ഫേവറേറ്റ് അല്ലായിരുന്നു. പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ, ഒരു ഡേ ടു ഡേ വേണ്ടുന്ന ഒരു ഡിസിപ്ലിൻ, അതായിരുന്നു എന്റെ വേറൊരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ ആ മെയിൻ ഇതുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അക്കാഡമിക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ സമയത്തും നമുക്ക് ജസ്റ്റ് ഒരു 1 year ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മള് മുന്നോട്ട് പോയത്. അപ്പൊ സ്കൂൾ ഒരു ബാഡ് ഇതായതുകൊണ്ടാണ്, ബാഡ് മെമ്മറീസ് ആയതുകൊണ്ടാണ്. മെമ്മറീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടിപ്പിൾ രീതിയിൽ. ഒന്ന്, ഞാനൊരു ഡിസ്ലെക്സിക് പേഴ്സൺ ആണ്. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആണ്.
അപ്പം എന്നെ സംബന്ധിച്ച് എന്താ റീഡിങ്ങും അതേപോലെ തന്നെ മാത്തും ഡിഫിക്കൽട്ടായ ഒരു സാധനമാണ്. സ്വെല്ലിങ്സ് എനിക്ക് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അപ്പം ഞാൻ ഒരു എർലി സ്കൂളിലേക്ക് പോകുമ്പം സ്ട്രെസ് ഇപ്പോഴും പറയും ആരെങ്കിലും നോക്കി വെക്കുമ്പോ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു അത് ക്യൂർ ആവലൊന്നും ഇല്ല, മനസ്സിലായില്ല അത്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് നന്നായി, കാരണം ഡിസ്ലെക്സിയ നിങ്ങളുടെ കുട്ടി ഒരാളുടെ കുട്ടി കൊണ്ടെന്ന് വെച്ചിട്ട് അവര് നിരാശരാവേണ്ടതൊന്നുമില്ല. പിന്നെ അപ്പം ജെയിൻ ആസ്റ്റൻ, പിന്നെ എന്താ അഗത ക്രിസ്റ്റി, എന്താ പറയാ എയിൻസ്റ്റീൻ, അവർക്കൊക്കെ ഉള്ള സാധനം എനിക്കുണ്ട്. എനിക്കുള്ളതാണ് ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ. അത് മാത്രല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബിയോണ്ട്, അതായത് ഇന്നിപ്പോ ഒരു 21st സെഞ്ചുറിയിൽ ഈ ChatGPT ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഡിസ്ലെക്സിയക്കാർക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം അവരുടെ സ്കിൽ സെറ്റ് ബാക്കിയുള്ളവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. അവർക്ക് നല്ല സ്പെഷ്യൽ സ്കിൽ സെറ്റ് ഉണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ ചോദിക്കട്ടെ ആ സ്കിൽ സെറ്റ് എന്താന്ന്, അപ്പൊ നമ്മൾ അതിനൊരു പോഡ്കാസ്റ്റ് ചെയ്യാം. ചോദിക്കാതെ പറഞ്ഞു കൊടുക്കാൻ സൗകര്യമില്ല. അപ്പം പിന്നെ അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ഡിസ്ലെക്സിയ പ്രോ ആയിട്ട് ഇപ്പൊ എനിക്ക് തന്നെ എന്റെ എന്താ പറയാ എന്റെ കരിയറിലും ഒക്കെ എന്റെ ഒരു ഡിസ്ലെക്സിയയുടെ നെഗറ്റീവ് ഞാൻ സ്കൂളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കരിയറിലൊക്കെ അതിന്റെ ഭയങ്കരമായ ലാഭം എന്ത് ചെയ്തിട്ടുള്ളതാണ്, അതിന്റെ ലാഭം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ശരിക്കും അങ്ങനെ ഇപ്പം നമ്മളിപ്പോ ഈ സ്കൂളുകളുടെ ഒരു രസം എന്താന്ന് വെച്ചാൽ എല്ലാ സ്കൂളുകളെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറേയേറെ സ്കൂളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പഠിക്കില്ലെങ്കിൽ സ്കൂളുകളുടെ മാത്രമല്ല ബന്ധുക്കളുടെയും നാട്ടുകാരെ ഒക്കെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, എന്തിനാ വെറുതെ സ്കൂളിനെ മാത്രം കുറ്റം പറയുന്നത്? സ്കൂളിന്റെ മാത്രം ഒന്നും പ്രശ്നമല്ല. പലപ്പോഴും ചിലപ്പോൾ സ്കൂൾ ചിലപ്പോൾ കുറച്ചും കൂടെ പരിഗണിക്കുകയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ കുറച്ച് ഇവൻ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും പിന്നെ സ്കൂളും ഉണ്ട് ബന്ധുക്കളും ഉണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ പഠിക്കാത്ത കുട്ടി സ്വാഭാവികമായിട്ടും എനിക്ക് എന്തില്ല, ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇപ്പോഴും അറിയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് മോശമായിട്ടില്ല. പക്ഷെ എന്താ പറയാ എന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ടേബിൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ സ്വെല്ലിങ് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ലെവലില് ഒരു പഠിക്കാത്ത അല്ലെങ്കിൽ എന്താ പറയാ ഒരു മാർക്കില്ലാത്ത കുട്ടി, പഠിക്കാത്ത കുട്ടി എന്ന കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ കാഴ്ചപ്പാട് നമ്മൾക്ക് ചുറ്റും ഒരു ഓറയായി കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായ ഒരു ഓറയാണ്. അപ്പം എല്ലാ കുറ്റങ്ങളും നമ്മുടെ നേരെ വരും. നമ്മളാകെ പഠിക്കുന്നില്ല എന്ന് മാത്രമേ ഒരു പ്രശ്നമേ ഉള്ളൂ അവിടെ. പക്ഷെ മറിയത്തിന് ചിലപ്പോൾ ഇത് ശരിക്കും മനസ്സിലാവില്ല. കാരണം ഇത് പഠിക്കുന്ന കുട്ടിയാണ്. ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും നാട്ടുകാരുടെ ഒക്കെ ഒരു എന്താ പറയാ പരിഗണന കിട്ടുന്നതാണ്. അതേസമയം എനിക്ക് അവരായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ ഒരു കുട്ടിയെ പഠിക്കാത്തതിന്റെ പേരിൽ ഒരാളൊരു കുറ്റം പറഞ്ഞാൽ എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത കുട്ടിയായിരിക്കും, എനിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല, ഞാൻ കയറി കൂട്ടി ഇടപെടും. അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരാളുടെ പഠിത്തം, പഠിക്കാനുള്ളൊരു കഴിവ് മാത്രം അയാളുടെ ഒരു എൻ്റയർ ക്യാരക്ടറിനെയും അയാളെയും നിർവചിക്കുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു അക്രമമാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ശരിയാണ്. അതായത് പഠിത്തത്തിലൊന്നും ബാക്കിലോട്ട് പോകുന്നെങ്കിൽ പിന്നെ വേറെ ചിലപ്പോ ക്ലാസ്സിൽ എന്ത് പ്രശ്നം നടന്നാലും അതിലൊരു പ്രശ്നക്കാരനായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം ഇതിന്റെ വ്യത്യാസം പറയാ, ഞാൻ പിന്നീട് വളരെ പഠിക്കുന്ന കുട്ടിയായപ്പം ക്ലാസ്സിലെ ടോപ്പിലായപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ അത്യാവശ്യം കയ്യിരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അല്ലെ, എന്റെ കയ്യിരിപ്പ് ആരും ആ കയ്യിരിപ്പുകളോടൊന്നും എന്ത് ചെയ്തിട്ടില്ല. എല്ലാവരും ഭയങ്കര സംഭവമായിട്ട് നമ്മളെ കണ്ടിട്ടുള്ളൂ. മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എന്താ പറയാ പിന്നെന്തെങ്കിലുമൊക്കെ കാട്ടിയാലും ഒന്നും എന്താ പറയാ അതൊരു മോശമായിട്ടൊന്നും എന്ത് ചെയ്യാൻ തോന്നുന്നില്ല, ആരും കണ്ടിട്ടില്ല. പിന്നീട് എല്ലാവരും എന്ത് ചെയ്യാണ്, നമ്മളെ ഭയങ്കര എന്താ പറയാ, ഞാൻ രണ്ട് എൻഡും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മളൊരു പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം ചീത്ത സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും നാട്ടുകാരോ വീട്ടുകാരോ സ്കൂളുകാരോ ഒന്നും എന്ത് ചെയ്യില്ല, അത് നമ്മുടെ ഒരു പോസിറ്റീവായി കാണും. ഏത് അവൻ എന്തൊക്കെ കാട്ടിയാലും അവൻ പഠിക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയാ, അതുകൊണ്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് ഏർലി സ്കൂൾ ലൈഫിൽ, എന്റെ മുതിർന്ന ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ ശരിക്കും ഞാൻ ആസ്വദിച്ച, +1 +2 ഒക്കെ ആസ്വദിച്ച, കാരണം പഠിക്കുന്ന കുട്ടി ആയിരുന്നുകൊണ്ട് മാത്രം ആസ്വദിച്ച ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്തുകൊണ്ട് റസിന് അങ്ങനെ കുട്ടികള് ആ ഒരു കാറ്റഗറി ആയി പോകുമോ എന്നുള്ള പേടിയാണോ? കുട്ടികൾ നിന്റേത് മാത്രമല്ലല്ലോ, എന്റേതും കൂടെ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നിന്റേത് മാത്രമാണെങ്കിൽ പറയാം പഠിക്കുന്ന കുട്ടികളായിരിക്കും. എന്റേതും കൂടെ ആയതുകൊണ്ട് എന്റെ കൂട്ടായിരിക്കുമോ മക്കൾ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഇപ്പം അവർ ഡിസ്ലെക്സിക് ആയിരിക്കുമോ, അവർക്കൊരു ഡിസ്ലെക്സി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ ആളുകൾ പറയുന്ന ഹൈ IQ ലെവലിന്റെ ആ ക്വാർട്ടറിൽ വരാത്തൊരു കുട്ടിയായിരിക്കുമോ. അങ്ങനെ ആണെങ്കിൽ എൻ്റെ കുട്ടിക്ക്
എന്റെ കുട്ടി ഇവിടെ ജീവിതം ആസ്വദിച്ച് സന്തോഷപരമായി പീസ്ഫുൾ ആയി കണ്ടന്റഡ് ആയി ജീവിക്കണം. ഇപ്പൊ ഒരാൾക്ക് പൈസ ഇല്ല, നമ്മളെ അടുത്ത് എന്താ പറയാ, ജീവിതത്തിൽ നിങ്ങൾ കണ്ടന്റഡ് ആയി ജീവിക്കണം എന്നല്ലേ പറയാ. ഒരു കുട്ടിക്ക് ഐക്യു ഇല്ല, ആ കുട്ടി മാത്രം എങ്ങനെയെങ്കിലും സ്ക്രൂ ചെയ്ത് ഐക്യു കൂട്ടണോ? ആ കുട്ടിക്കും ഈ നാട്ടിൽ എന്ത് ചെയ്യണം? സന്തോഷമായി ജീവിക്കണം. അപ്പൊ എല്ലാ തൊഴിലുകൾക്കും അതിന്റെ പ്രാധാന്യമുണ്ട്. എല്ലാ തൊഴിലുകൾക്കും അതിന്റെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഒരു ചെരുപ്പ് കുത്താൻ വളരെ ആൾക്കാർ മോശമായിട്ട് കാണുന്നത്. എന്തിനാ മോശമായിട്ട് കാണുന്നത്? നമുക്കൊരു ചെരുപ്പിന്റെ നന്നാക്കേണ്ട ആവശ്യം വന്ന പിന്നെ ആരാ നന്നാക്കുക? അതൊരു മോശമായ തൊഴിലോ അത് ചെയ്യുന്ന ആളൊരു മോശം ആളോ ഒരു ക്രിമിനലോ ഒന്നും അല്ല. അയാൾ ഒരു ഉപജീവനം നടത്തി ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാവരും IAS-കാരനാവണം, എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആയാൽ മാത്രമാണ് അവരൊക്കെ നല്ലവരാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ശരിക്കും ഓരോ കുട്ടികൾക്ക് പല ഏരിയയിലായിരിക്കുമല്ലോ അവരുടെ കഴിവുകൾ ഉണ്ടായിരിക്കുക. പക്ഷെ ഈ എല്ലാരെയും എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക എന്നുള്ളൊരു ആംഗിളിൽ പേരൻസ് പുഷ് ചെയ്യുന്നോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ പഠിത്തത്തെ പോലും വെറുത്ത് വേറൊരു എക്സ്ട്രീമിലോട്ട് പോകുന്നത്. ശരി, ഇപ്പൊ ഫുട്ബോൾ ആണ് ഇങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കേട്ടുള്ളത്. അവന് ഫുട്ബോൾ പ്ലെയർ ആയാൽ മതി എന്നാണ് അവൻ പറയുക. പക്ഷെ എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് എന്താ ആവുക എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഡൈവേഴ്സ് ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ലോകത്തിന്റെ ആവശ്യമാണ്. അത് മാത്രമല്ല പറയാം. അപ്പൊ കുട്ടി ഫുട്ബോളിൽ താല്പര്യപ്പെടുന്നു, പേരന്റ് എഡ്യൂക്കേഷനിൽ താല്പര്യപ്പെടുന്നു, പേരന്റിന്റെ താല്പര്യത്തിലേക്ക് കുട്ടി വരണമെങ്കിൽ പേരന്റ് ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ താല്പര്യത്തിലേക്ക് പേരന്റ് വരണം. നേരെ ഓപ്പോസിറ്റ് ആണ്. പേരന്റ് പറയുന്നത് അവൻ എന്റെ വഴിക്ക് വരട്ടെ എന്നുള്ളതാണ് കരുതുന്നത്. കാരണം അതിന്റെ ഒരു ഫണ്ടമെന്റൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുട്ടികളെ നമ്മുടെ ഒരു സാധനമായി കാണരുത്. നമ്മൾ മറ്റേ കടയിൽ പോയി പലർക്കടെ ചെന്നിട്ട് 10 കിലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വന്ന സാധനം അല്ല നമ്മുടെ കുഞ്ഞെന്ന് വെച്ചാൽ അവനൊരു എൻറ്റിറ്റിയും അവന് സ്വന്തമായ അഭിപ്രായങ്ങളും സ്വന്തമായ ഒരു കഴിവുകൾ, ഒരു ആത്മാവുള്ള ഒരാളാണ്. ചിലര് പറയാ ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്ത് വന്ന ഒരാളാണ് ഞാനും വൈഫും, അപ്പൊ അതുപോലെ എന്റെ കുട്ടികളാവണം എന്നുള്ളതാണ് പറയാ. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടി പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല. പലരും പറയുന്നതാണ്, അതായത് നമ്മൾ കുട്ടിയുടെ മാർക്ക് ചോദിക്കുമ്പോൾ കുട്ടിക്ക് 99%, 98% അങ്ങനെ ആയിരിക്കും. എന്നാ അവൻ വീട്ടിൽ വന്ന ആ ബുക്ക് എടുക്കൂല, അവൻ ബുക്ക് എടുത്തും കൂടെ പഠിച്ചാ എന്താവുമായിരുന്നു എന്നാണ് അവര് പറയുക. ശരിക്കും ഒരു ബുക്ക് എടുത്ത് പഠിച്ചാലും ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ കുട്ടിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് കൂടുതൽ വീണ്ടും വീണ്ടും അത് പഠിക്കാന്ന് പറയുന്നത് ഒരു ബോറിംഗ് കാര്യമായിരിക്കാം. അപ്പൊ ശരിക്കും ആ കുട്ടികളെ, അപ്പൊ ഒരു എക്സ്ട്രാ ഇന്റലിജന്റ് ആയിട്ടുള്ള അങ്ങനത്തെ കുട്ടികളെ അവരെ എൻഗേജ് ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. അത് പേരൻസിന് അറിയില്ല. പഠിച്ച ബുക്ക് തന്നെ അവനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കിത് പോലും ടീച്ചേഴ്സും ഇപ്പൊ സ്കൂളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കോമൺലി നമുക്ക് അറിയുന്ന ഒരു പ്രോബ്ലം ആണ് പഠിക്കാൻ പുറകിലോട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള അവരുടെ എഫേർട്ട്. എന്നാൽ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ലേണിംഗ് ആൾക്കാർ ആക്ച്വലി ടീച്ചറിന് ഒരു ഹിൻഡ്രൻസ് ആണ്. അയ്യോ, നമ്മുടെ ഒരാളുണ്ടല്ലോ, നമ്മുടെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ലേ നമ്മൾ ആദ്യം ഒന്ന് റീതിങ്ക് ചെയ്ത്, അതായത് അടുത്ത ക്ലാസ്സിലോട്ട് ഇരുത്താം. അവൻ കാരണം ശല്യം, അതായത് നമ്മുടെ ഒരു കുട്ടി, ഏത് കുട്ടിയാണെന്ന് പറയണ്ട, ഒരു കുട്ടി അപ്പം അവന് കുറച്ച് മുന്നിലാണ്. അപ്പം ക്ലാസ്സില് KG ആവുമ്പോ അവരുടെ വർക്കൊക്കെ തീർത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുക എന്നുള്ളത് കുട്ടിയുടെ സ്വഭാവമല്ല. ആ കുട്ടി, അവനെ സംബന്ധിച്ച് അവൻ ആ KG ക്ലാസ്സിൽ അവനൊരു പ്രശ്നം ഉണ്ടാകുന്ന മീൻസ് അവൻ പെട്ടെന്ന് പഠിച്ചിട്ട് മാറ്റി വെക്കുന്നു, പിന്നെ അവനൊന്നും ചെയ്യാനില്ല എന്നുള്ള. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സ്കൂള് നമ്മളോട് ചോദിച്ചത് കുട്ടിയെ അടുത്ത ക്ലാസ്സിലോട്ട് ഇരുത്തട്ടെ എന്നാണ്. അതായത് അവൻ ആ കൊല്ലം ഉള്ളതൊക്കെ തന്നെ ഏകദേശം തീർത്തു കഴിഞ്ഞു. അതെ, അപ്പൊ അത് ഇപ്പൊ നല്ലൊരു എഫേർട്ട് എടുക്കുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ച് പോലും ആക്ച്വലി അതൊരു ചലഞ്ചാണ്. ഈ രണ്ട് എക്സ്ട്രീമിനെ ആ ഒരു മിഡിലേക്ക് കൊണ്ടുവരിക എല്ലാരെയും എന്നുള്ളതാണല്ലോ ഒരു പ്രശ്നമാണ്. അത് രണ്ട് കുട്ടികളും അനുഭവിക്കും. ഏറ്റവും മോശമായ കുട്ടികളും ഏറ്റവും നല്ല കുട്ടികളും അത് അനുഭവിക്കും. അപ്പം അങ്ങനെയുള്ള പേരൻസിനെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വേറെ കാര്യങ്ങളാണ്. അവർ എക്സൈറ്റഡ് ആയി ചെയ്യുന്ന അവരുടെ തോട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നുകിൽ പേരൻസ് പണിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ പണിയെടുക്കുന്നവർക്ക് എന്ത് ചെയ്യുക, പണിയെടുക്കുന്നവരെ ഔട്ട്സോഴ്സ് ചെയ്യുക. വിദ്യാഭ്യാസം ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ പറയണ ഹോം സ്കൂളിംഗ് എന്ന് നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ല. ഒന്ന്, രണ്ടാമത്തെ നമ്മളടുത്ത് വരുന്ന ഒരു 95% ആൾക്കാരോട് നമ്മളത് ചെയ്യരുത് എന്നാണ് പറയാ. കാരണം ചിലപ്പോ അവരത് ചെയ്താൽ അവരുടെ കുട്ടി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് എന്ന ഭയം അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഡയലമയിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ് കുട്ടിയെ അങ്ങനെ എൻഗേജ് ചെയ്യാൻ പേരൻസ് അറിയാം. അല്ലെങ്കിൽ അത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒട്ടും ഒരു മോശമുള്ള ഒരു കാര്യമല്ല. എഡ്യൂക്കേഷൻ ഔട്ട്സോഴ്സ് ചെയ്യാം.
ഒരു പേരന്റിന് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം പേരന്റിങ് മാത്രമാണ്. അതെ, ശരിയാണ്. അവരുടെ ഒരു മോറൽ ഡെവലപ്മെന്റും അവർക്ക് നമ്മളിൽ നിന്ന് തന്നെ എത്തേണ്ട കാര്യം അത് നമുക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ചിലർക്ക് ഇതുപോലെ ഞങ്ങൾ അച്ചീവ് ചെയ്ത് വന്നതുപോലെ എന്റെ കുട്ടി എത്തുക എന്നുള്ളതാണെങ്കിൽ, മറ്റു ചിലർക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തില് ഞാൻ അവന് കൊടുക്കുന്ന എക്സ്പോഷർ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതിനേക്കാളും എത്രയോ വലുതാണ്. അപ്പൊ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അവൻ എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരിക്കും ഈ പുഷ്. ഈ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്. എന്നെ പോലെ എത്തണം, എന്റെ ഭാര്യയെ പോലെ എത്തണം, ഇതിനൊന്നും എതിരല്ല നമ്മൾ പറയുന്നത്. പക്ഷെ രണ്ട് കാര്യങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന്, വാട്ട് ഈസ് ദ കേപ്പബിലിറ്റി ഓഫ് ദ കിഡ്, വാട്ട് ഈസ് ഹിസ് ഇൻട്രസ്റ്റ്. ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ചിലപ്പോൾ കുട്ടിക്ക് കേപ്പബിലിറ്റി ഉണ്ടാവും, ചിലപ്പോൾ അവന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അവന് വേറൊരു സാധനത്തിലായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പൊ അവിടെയൊക്കെ വലിച്ചഴച്ചോണ്ട് പോയി കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ വലിച്ചഴച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു ഇമോഷണൽ മാർക്കായി അവന്റെ ലൈഫ് ലോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധനമായി മാറത്തേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും റെസിന് എന്തുകൊണ്ട് അങ്ങനെ ആദ്യം തൊട്ടേ കുട്ടികളെ ഹോം സ്കൂൾ ചെയ്യണം? ഇപ്പൊ റെസിന് അങ്ങനെ സ്കൂളിൽ നിന്ന് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അപ്പൊ എന്റെ കുട്ടി അങ്ങനെ വരരുത് എന്നുള്ളൊരു പേടി. മനസ്സിലായി. അത് തന്നെ എന്റെ കുട്ടി ഇപ്പം എന്താ പറയാ, എന്റെ കുട്ടിയാണല്ലോ, കുട്ടികളും കൂടെ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഇങ്ങനത്തെ ഒരു 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 ഇഷ്യൂ ഉണ്ടെങ്കിൽ അവര് ലൈഫിൽ ഹാപ്പി ആയിരിക്കണം, അവര് പീസ്ഫുൾ ആയിരിക്കണം. ഭയങ്കര എന്താ പറയാ, ഭയങ്കര IITs എത്തിയാലോ, IAS എത്തിയാലോ, അല്ലെങ്കിൽ എയിംസിൽ എത്തിയാലോ, അല്ലെങ്കിൽ ഹാർവാർഡിൽ എത്തിയാലോ, എന്താ ഐവി ലീഗിൽ എത്തിയാലോ മാത്രം ആണ് ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനാണ്. ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസം നേടലും, വലിയ ജോലി നേടലും, വലിയ സാലറി നേടലും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ആവശ്യമാണ്. അതൊന്നും ഞാൻ റിജക്ട് ചെയ്യല്ല. നമ്മൾ ഡെവലപ്പിംഗ് നേഷനാണ്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേഷനാണ്. ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഒരു സെയിം വേ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഫ്രാൻസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഫ്രാൻസിൽ ആൾക്കാർ വെറുതെ ഇരിക്കുന്നതിനെ പോലും എന്താ പറയാ, അതിനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അപ്പം നമുക്ക് അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അല്ല നമ്മുടെ രാജ്യത്തിന്. ഡെഫിനറ്റ്ലി എല്ലാവരും ഡ്രൈവിംഗ് ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ലൈഫിലേക്കുള്ള ഡോർ ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. അബ്സല്യൂട്ട്ലി നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ദാറ്റ് ഷുഡന്റ് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പീസ് ഓഫ് ദ ചൈൽഡ്. ഒരു ചൈൽഡ്ഹുഡ് മുഴുവൻ വേദന നൽകി പിന്നീട് അവൻ വലിയൊരു ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഇൻകത്തിന്റെ പകുതി ഭാഗവും വല്ല സൈക്യാട്രിക് ഡ്രഗും സൈക്കോളജിസ്റ്റിനും കൊടുത്ത് ജീവിക്കേണ്ട വരുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഒരു മാനസിക രോഗിയായ, അല്ലെങ്കിൽ മാനസിക രോഗി എന്നെ ഉദ്ദേശിച്ച മാനസിക സന്തോഷം ജീവിതത്തിൽ തൊട്ട് തീണ്ടാത്ത. അപ്പൊ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനും അവരുടെ കുട്ടികൾക്കും ഉൾപ്പെടെ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഈ പറയുന്ന ഡ്രൈവ് കാരണം ഉണ്ടാവുന്നെങ്കിൽ അതിനോട് വിയോജിക്കുകയാണ് ഞാൻ. ഈ ഡ്രൈവ് വേണ്ടെന്നൊന്നും അല്ല, നമുക്കൊക്കെ കുട്ടികൾ നല്ലപോലെ പഠിച്ചു വളരണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അതൊരിക്കലും നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് their well-being.